അപ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മന്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സീരീസ് ആൻഡ് മൂവീസിന്റെ ലിസ്റ്റിലോട്ട് പോയേക്കാം. അപ്പോൾ ജൂലൈ 1 തന്നെ ട്വിസ്റ്റഡ് മെറ്റൽ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ഒരു കോമഡി സീരീസ് ആണിത്. സോ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടു നോക്കാം. സോണി ലെവലും പീകോക്കിലും അവൈലബിൾ ആണ്. നമ്മുടെ ആന്റണി മക്കിയൊക്കെയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ജൂലൈ 2 ദ ഓൾഡ് ഗാർഡ് എന്ന ചിത്രത്തിന്റെ സീക്വൽ ആയിട്ടുള്ള ദ ഓൾഡ് ഗാർഡ് 2 ഒരു ആക്ഷൻ ചിത്രമാണ്. നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങുന്നുണ്ട്. സോ ഓൾഡ് ഗാർഡ് 1 കണ്ടവർക്ക് കണ്ടു നോക്കാം. അത്യാവശ്യം റിവ്യൂ ഉള്ള ചിത്രമായിരുന്നു ഓൾഡ് ഗാർഡ് 1. ജൂലൈ 2 തന്നെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന ചിത്രം ആമസോൺ പ്രൈം വീഡിയോ വഴി പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൽ ജോൺ സീന, ഇദ്രിസ് എൽബ, അതുപോലെ പ്രിയങ്ക ചോപ്രയൊക്കെയാണ് പ്രധാന വേഷം ചെയ്യുന്നത്. ജൂലൈ 3 ദ സാൻഡ്മാൻ എന്ന സീരീസിന്റെ സീസൺ 2 വോളിയം 1 പുറത്തിറങ്ങുന്നുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് പുറത്തിറങ്ങുന്നത്. ഈ സീരീസിന്റെ വോളിയം 2 24 തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടു നോക്കാം. ഞാൻ സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജൂലൈ 3 തന്നെ ഡണ്ടഡ എന്ന ജാപ്പനീസ് ആനിമേന്റെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് കാണുന്നവർക്ക് കണ്ടു നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള സീരീസ് ആണ്. അത്യാവശ്യം റേറ്റിംഗും ഉണ്ട്. അപ്പോൾ ഇത് നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചിറോളിലും അവൈലബിൾ ആണ്. ജൂലൈ 4 ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ ജുറാസിക് വേൾഡ് ഫാൻസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ഇതുവരെ അതിന്റെ ചിത്രങ്ങളൊന്നും ജുറാസിക് വേൾഡ് കണ്ടിട്ടില്ല. ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ സ്കാർലറ്റ് ജോഹാൻസൺ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ജൂലൈ 4 കിങ്ഡം എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇത് മെയ് മുതലേ ഞാൻ പറയുന്നുണ്ട് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഡേറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വിജയ് ദേവർകൊണ്ടൊക്കെ നായകനായിട്ട് വരുന്ന ചിത്രമാണ് കിങ്ഡം. ജൂലൈ 4 തന്നെ ധീരൻ എന്നൊരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. രാജേഷ് മാധവൻ, ജഗദീഷ്, അശോകന്, വിനീത്, മനോജ് ഗജനൊക്കെ വേഷങ്ങൾ ചെയ്യുന്ന ഒരു കോമഡി ഡ്രാമ ചിത്രമാണ് ധീരൻ. ജൂലൈ 4 തന്നെ സൂത്രവാക്യം എന്ന ഷൈൻ ടോം ചാക്കോ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ ജൂലൈ 4 തന്നെ 3 BHK എന്നൊരു തമിഴ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ശരത് കുമാർ, സിദ്ധാർത്ഥ്, യോഗി ബാബു ഒക്കെയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ജൂലൈ 4 തന്നെ പറന്നു പോയ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് തമിഴിൽ നിന്നും. അപ്പോൾ പേരൻപ് എന്ന ചിത്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള റാമാണ് ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത്. അതാണ് ഈ ചിത്രം എനിക്ക് ആൻറ്റിസിപ്പേറ്റഡ് തോന്നാൻ മെയിൻ കാരണം. ആൻഡ് ഇതിൽ നായകനായിട്ട് വരുന്നത് ശിവയാണ്. നമ്മുടെ സ്പൂഫ് പടങ്ങളൊക്കെ രാജാവായിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ അതുപോലെ ശിവ, അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അജു വർഗീസ് ഉണ്ട്, ഗ്രേസ് ആൻഡ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ജൂലൈ 4 തന്നെ മെട്രോ ആൻഡ് ഡൈനോ എന്നൊരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ഹിന്ദിയിൽ നിന്നും. അപ്പോൾ ആദിത്യ റോയ് കപൂർ, അതുപോലെ സാറ അലി ഖാൻ, അനുപം ഖേർ ഒക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ജൂലൈ 4 തന്നെ അക്ഷരതം എന്നൊരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ അക്ഷയ് ഖന്ന നായകനായിട്ടുള്ളത്. ഇത് സ്റ്റേറ്റ് ഓഫ് സീ ടെമ്പിൾ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് 2021 ഇറങ്ങിയിട്ടുള്ള ചിത്രത്തിന്റെ ഒരു റീ റിലീസ് പോലെ തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. അന്നത് OTT ആയിരുന്നു. ഇത് തിയേറ്ററിക്കലി കുറച്ചുകൂടി മാറ്റം വരുത്തിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെമ്പിളിലെ ടെററിസ്റ്റ് അറ്റാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. ജൂലൈ 10 നമ്മൾ തമിഴിൽ ടൂറിസ്റ്റ് ഫാമിലിയിലൊക്കെ നായകനായിട്ടുള്ള ശശികുമാറിന്റെയും അതുപോലെ മലയാളത്തിലെ നായികയായിട്ടുള്ള ലിജോ മോളുടെയും ചിത്രമായിട്ടുള്ള ഫ്രീഡം എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ജൂലൈ 10 തന്നെ ഡോക്ടർ സോൺ സയൻസ് ഫ്യൂച്ചർ കോർ 2 പുറത്തിറങ്ങുന്നുണ്ട്. സോ ഇതിന്റെ ഫൈനൽ സീസണിന്റെ പാർട്ട് 2 ആണ് ഈ കോർ 2 എന്ന് പറയുന്നത്. ജൂലൈ 11 ഈ ഇയറിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രമായിട്ടുള്ള സൂപ്പർമാൻ പുറത്തിറങ്ങുന്നുണ്ട് DC-യിൽ നിന്നും. അപ്പോൾ ഈ ചിത്രം ജെയിംസ് ഗൺ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൂപ്പർമാൻ ചിത്രമാണ്. അതുപോലെ തന്നെ ഹെൻറി കാവിലിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ സൂപ്പർമാൻ പാടം കൂടിയാണ് ഈ സൂപ്പർമാൻ. സോ വളരെ എക്സൈറ്റഡ് ആണ് ചിത്രത്തിന് വേണ്ടിയിട്ട്. ജൂലൈ 11 തന്നെ അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ജൂലൈ 11 തന്നെ ആക്കോം കി ഗുസ്താക്കി എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. വിക്രം മാസിയാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഏറെക്കുറെ റിട്ടയർ ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത് സിനിമയിൽ നിന്നും. സോ അവസാനത്തെ പടങ്ങളിൽ പെട്ടൊരു പടമാണിത്. ജൂലൈ 11 തന്നെ ഘാട്ടി എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ അനുഷ്ക ഷെട്ടി നായികയായിട്ടുള്ള. ജൂലൈ 11 തന്നെ മാലിക് എന്നൊരു ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. രാജ്കുമാർ റാവു ആണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ജൂലൈ 11 തന്നെ ആപ് ജയ്സെ കോയി എന്നൊരു ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. സോ ഇത് നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങുന്നത്. മാധവനാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ഇതൊരു റൊമാൻസ് ഡ്രാമ ചിത്രമാണ്. ജൂലൈ 11 തന്നെ ഫൗണ്ടേഷൻ എന്ന സീരീസിൽ സീസൺ 3 ആപ്പിൾ TV പ്ലസിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. സോ ഈ സീരീസ് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജൂലൈ 11 കണ്ടു നോക്കാം. ജൂലൈ 11 തന്നെ ഡെക്സ്റ്റർ റിസറക്ഷൻ എന്ന സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഈ ഇയറിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ആണ് ഡെക്സ്റ്റർ റിസറക്ഷൻ. കാരണം മൈക്കിൾ സി ഹാള് ഡെക്സ്റ്റർ ന്യൂബർട്ടിന് ശേഷം പിന്നെ തിരിച്ചു വരൂല എന്ന് വിചാരിച്ചതിന് ശേഷമാണ് ഈ ഒരു അനൗൺസ്മെന്റ് വന്നത്. ആ അനൗൺസ്മെന്റ് വന്ന മുതലേ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് പാരമൗണ്ട് പ്ലസ് വഴിയാണ് പുറത്തിറങ്ങുന്നത്. ജൂലൈ 14 സാക്കാമോട്ടോ ഡേയ്സിന്റെ പാർട്ട് 2 പുറത്തിറങ്ങുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് വഴി. സോ ഇത് കണ്ടവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ജൂലൈ 18 ഫ്ലാസ്ക് എന്നൊരു മലയാള ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു കോമഡി ഡ്രാമ ചിത്രമാണ്. സൈജു കുറുപ്പും സുരേഷ് കൃഷ്ണയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ജൂലൈ 18 തന്നെ സ്പേഴ്സ് എന്നുള്ള ആനിമേറ്റഡ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ജൂലൈ 18 തന്നെ ഒരു സ്ലാഷർ ഹൊറർ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്ന് പറഞ്ഞിട്ട്. ജൂലൈ 18 തന്നെ തൻവീർ ദി ഗ്രേറ്റ് എന്നൊരു ഹിന്ദി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. അനുപം ഖേറൊക്കെയാണ് പ്രധാന വേഷം ചെയ്യുന്നത്. ഈ പടം ആന്റിസിപ്പേഷൻ വരാൻ കാരണം ലേൻഗ്ലൺ എന്ന കോർട്ടിലെ ആക്ടർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. സോ അത്ര വലിയ ആക്ടറെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഇതിൽ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജൂലൈ 18 തന്നെ എഡിങ്ടൺ എന്നൊരു മൂവി പുറത്തിറങ്ങുന്നുണ്ട് ഹോളിവുഡിൽ നിന്നും. ഈ മന്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസസ്
അഭിനയിക്കുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെട്രോ പാസ്കല്, എമ്മ സ്റ്റോൺ, ജാക്വിൻ ഫീനിക്സ് പോലത്തെ കുറെ ആക്ടേഴ്സാണ് ഇതിൽ അഭിനയിക്കുന്നത്. സോ വളരെയധികം ആ പടത്തിനെ കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. ജൂലൈ 19 കൈജു നമ്പർ 8 സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ക്രഞ്ചറോൾ വഴിയാണ് പുറത്തിറങ്ങുന്നത്. സോ ഈ സീരീസ് അല്ലെങ്കിൽ ഈ ആനിമെ ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെയധികം റേറ്റിംഗ് ഉള്ള ഒരു ആനിമെ കൂടിയാണ്. ജൂലൈ 25 MCUവിൽ തന്നെ പുതിയ ചിത്രമായിട്ടുള്ള ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ഫാന്റാസ്റ്റിക് ഫോറിലെ കാസ്റ്റൊക്കെ മാറി പുതിയ കാസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ പെട്രോ പാസ്കലൊക്കെ ഇതിൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫേസിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. കാരണം ലാസ്റ്റ് സിനിമയിൽ ഇതിനൊരു ഗ്ലിംസ് ഉണ്ടായിരുന്നു, ചെറിയൊരു എൻഡ് ക്രെഡിറ്റ് ഒക്കെ. സോ എക്സൈറ്റഡ് ആണ് ആ പടത്തിന്. കാരണം തണ്ടർ ബോൾസ് അധികം മോശം ഉണ്ടായിരുന്നില്ല. ജൂലൈ 20 തന്നെ പരം സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു റൊമാൻസ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. സിദ്ധാർത്ഥ് മൽഹോത്ര, അഭിഷേക് ബച്ചൻ, അക്ഷയ് ഖന്നയൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ ചെയ്യുന്നത്. ജൂലൈ 20 തന്നെ സൺ ഓഫ് സർദാർ 2 എന്ന ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ സൺ ഓഫ് സർദാർ 1 കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടു നോക്കാം. ഇതൊരു കോമഡി ചിത്രമാണെന്നാണ് പറയുന്നത്. അതിൽ അജയ് ദേവ്ഗനും അതുപോലെ തന്നെ നമ്മുടെ സഞ്ജയ് ദത്തൊക്കെയാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ജൂലൈ 20 തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സർജമീൻ ഒരു ബോളിവുഡ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ കരൺ ജോഹർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണിത്. ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് പൃഥ്വിരാജ്, നമ്മുടെ സൈഫ് അലി ഖാന്റെ മകനായിട്ടുള്ള ഇബ്രാഹിം അലി ഖാൻ, കജോളൊക്കെയാണ്. അതുപോലെ ഈ മന്തിൽ ജൂലൈയിൽ ഇറങ്ങുമെന്ന് പറയുന്നതും ഡേറ്റ് കൺഫേം അല്ലാത്തൊരു ചിത്രമാണ് മാരീസൺ. തമിഴിൽ ഇറങ്ങുന്ന ചിത്രമാണിത്. നമ്മുടെ ഫഹദ് ഫാസിലും വടിവേലും അതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പൊ മാമന്നിന് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീസൺ. അപ്പോൾ ട്രെയിലർ അത്യാവശ്യം പ്രോമിസിംഗ് ആയിരുന്നു. ഡേറ്റ് ഇത്ര കൺഫേം അല്ല, പക്ഷെ ജൂലൈയിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മന്തിൽ എനിക്ക് പറയാവുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് ആൻഡ് മൂവീസ്. സോ ഞാൻ അതിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ കൂടുതലുള്ള മൂവീസ് ആൻഡ് സീരീസ് ലൈക്ക് ആന്റിസിപ്പേഷൻ ഇല്ലാത്ത സീരീസ് ആൻഡ് മൂവീസിന്റെ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലിസ്റ്റുകൾ കിട്ടും. നമ്മൾ എല്ലാ മന്തിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഫോളോ ചെയ്ത് നോക്കുക. സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.